നമ്മളിതാ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് വന്നു. ഇന്നലത്തെ ചിക്കൻ കറി ആട്ടത് അതൊന്ന് ഞാൻ നല്ല ചൂടാക്കി എടുക്കുന്നുണ്ട്. പത്തിരി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ചായ ചൂടാക്കി തിളപ്പിച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഈ പുലർച്ചെയുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തില്ല. എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ 4 മണിക്ക് അലാറം വെക്കാറുണ്ട് കേട്ടോ. പിന്നെ 4:05 വെക്കും, 4:20 വെക്കും. അപ്പോൾ ഇന്ന് 4 മണിക്ക് വെച്ചതും 4:05 വെച്ചതും അലാറം അടിച്ചത് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. പിന്നെ അറിഞ്ഞത് 4:20 അപ്പോൾ ആ നേരം വൈകിയോ എന്നുള്ള ടെൻഷനിൽ ഇനി ഞാൻ വേഗം കിച്ചണിൽ ഓടിപ്പോയി വേഗം ചൂടാക്കലും തിരക്കൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഞാനതാ നല്ല 2-3 ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത്. ഞാൻ ചായ അതൊന്നും കുടിച്ചിട്ടില്ല, വെള്ളം മാത്രം അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മക്കൾക്കൊക്കെ ഫുഡ് എടുത്തു. അവരൊക്കെ കുറച്ച് നേരം കൂടി കിടക്കുന്ന ഇതുമൂന്ന് സ്കൂളിലുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങാനും നിന്നില്ലേ. എന്താ പറയുക, വേഗം അങ്ങനെ കിടന്നു, പക്ഷെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതുമൊക്കെ സ്കൂൾക്ക് പോയതിൻ്റെ ശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് കിച്ചണിലേക്ക് വന്നത്. കിച്ചണിൽ വന്നിട്ട് നമ്മുടെ പാത്രം കഴുകാനുണ്ട്, ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ മഞ്ചേരിക്ക് ഇന്ന് ചെറിയൊരു സൽക്കാരമുണ്ട് കേട്ടോ. രാവിലെ തന്നെ തുത്ത് ഓൾറെഡി മഞ്ചേരിയിൽ എത്തിയിട്ട് എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്, എപ്പോഴാ വരിക വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വൈകുന്നേരം എത്തുള്ളൂ. മോള് ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് വരുന്നേ. അപ്പോൾ അവൾ വരുമെന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി വെയിറ്റ് ചെയ്ത് 12 മണിയായിട്ട് അവളെ കാണാൻ കേട്ടോ. അപ്പോൾ വിളിച്ച് നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഇന്നലെ വരുന്നില്ല, ഇന്നാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നിന്ന് കാത്തുനിന്നാണ്ടാണ്, ഉറങ്ങാതെ നിന്നാണ്ടാണ് എനിക്ക് പിന്നെ ലേറ്റായി കിടന്നതുകൊണ്ടായിരിക്കും നമ്മൾ അലാറം അടിച്ചത് അറിയാതിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. ഏതായാലും ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും പിന്നെ വയറൊക്കെ നിർപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് മഞ്ചേരിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ വേഗം പണി തീർക്കുക കേട്ടോ. രാവിലെ തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടീസിലേക്ക് അങ്ങനെ കിടന്നിട്ടുണ്ട്. വേഗം ഇന്നലെ രാത്രി ഉണക്കി വെച്ചതാണ്. അപ്പോൾ മോള് വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഒക്കെ അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവൾ വരുമ്പോഴാണ് ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റാറുള്ളത്. ഐറൂസ് വരുമ്പോൾ ഇനിയിപ്പോൾ പൊടിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേഗം ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി ഒക്കെ ഒന്ന് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. പിന്നെ ബാക്കി ഇന്നത്തൊക്കെ അലക്കാൻ ഇട്ടിട്ട് ഞാനിതാ വേഗം കിച്ചണിക്ക് വന്ന് നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കാത്തിക്കുകയാണല്ലോ. ഈ പലിച്ചക്ക് ഫുഡ് കഴിച്ച മുതലുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇന്നൊന്നും നോക്കിയില്ല. ഞാൻ വേഗം അങ്ങോട്ട് എന്താ പറയുക, അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് എന്താ അറിയില്ല, ഇന്നലെ കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എന്താ അറിയില്ല. ഏതായാലും എനിക്ക് സുഖമുണ്ട് കേട്ടോ. എൻ്റെ കഴുത്ത് വേദന കാര്യങ്ങളൊക്കെ സുഖമായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ വേദന ഇപ്പോൾ വേദന ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് വേദന ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ വിവരം അറിയിക്കുന്നത്. നല്ലൊക്കെ അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. വേറെ ഞാൻ ഗുളിക മരുന്നൊന്നും ഡോക്ടറെ കാണിക്കാനൊന്നും നിന്നില്ല, അല്ലാതെ തന്നെ ആണ് മാറി കേട്ടോ. അങ്ങനെ നമ്മളിതാ വേഗം പാത്രങ്ങളൊക്കെ എന്നിട്ട് കഴുകി വെച്ചിട്ട് പിന്നെ പണികളൊക്കെ തീർക്കണം. അപ്പോൾ മോള് ഇന്ന് ഇങ്ങോട്ട് വരികയാണോ അതോ മഞ്ചേരിക്ക് വരികയാണോ എന്ന് അറിയില്ല. അവളോട് അവിടെ മോളൂനും ഉണ്ട് കേട്ടോ സൽക്കാരം. ഉമ്മാൻ്റെ അടുത്ത് സൽക്കാരം എന്നൊന്നും പറയാനില്ല, നമ്മളൊന്നും എല്ലാവരും ഒന്ന് ഒത്തുകൂടുക, ഇടയ്ക്കിടയ്ക്ക് കൂടുന്നതല്ല. അപ്പോൾ നോമ്പാകുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ നമ്മളൊന്ന് വന്ന് നോമ്പ് തുറന്ന് പോകാഞ്ഞാൽ ഒരു വിഷമമാണല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ നിൽക്കില്ല. എൻ്റെ ഹസ്ബൻഡിന് ഈ പള്ളിയിൽ പോവുക കാര്യങ്ങളൊക്കെ കറക്റ്റ്. നോമ്പിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാനേ പോകാറില്ല കേട്ടോ. അത് ആദ്യമേ അങ്ങനെയാണ്. കാരണം മുമ്പർക്ക് ആ ഒരു ഈ മാസം പോകരുത് എന്ന് ആദ്യമേ എന്നോട് പറയും. കാരണം ആ നോമ്പ് തുറക്കാനായാലും പെലച്ചക്കായാലും ഒക്കെ ആ ഫുഡ് കറക്റ്റ് കിട്ടിയാൽ പള്ളിയിലൊക്കെ പോയി ആ കറക്റ്റ് തറാവിക്കും കാര്യങ്ങളൊക്കെ പോയി അത് വൃത്തിയായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വേണമല്ലോ. അപ്പോൾ എന്നോട് പറയും, അല്ലാത്തപ്പോൾ എപ്പോഴും എനിക്ക് പോകണം തോന്നണം ഒക്കെ ഈ പോയിക്കോ, നോമ്പിൻ്റെ ഒരു മാസം ഇവിടെ പോകരുതെന്ന് ആദ്യമേ ഉള്ളൊരു കരാറാട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, നോമ്പിന് ഞങ്ങൾ ഒരുമിച്ച് പോവുക, നോമ്പ് തുറക്കുക, ഒരുമിച്ച് പോരുക എന്നല്ലാതെ ഞാൻ നോമ്പിന് വീട്ടിൽ നിൽക്കാറേ ഇല്ല. അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാൻ ഇന്ന് പോവാണ്. പിന്നെ എല്ലാവരും ഉണ്ട്. തുത്തുൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് അവിടെ വീട്ടിൽ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് തുത്തു ഇങ്ങോട്ട് പോകുന്നതാണ് മഞ്ചേരിക്ക്. അപ്പോൾ അവൾ അവിടെ ഉണ്ടായപ്പോൾ എന്നാൽ പിന്നെ ഞാനും കൂടി വരാം, എന്നാൽ പിന്നെ ആ നോമ്പ് തുറ അങ്ങോട്ട് കഴിഞ്ഞോളുമല്ലോ എന്ന് കരുതി അങ്ങനെ അവിടെ പോവാണ് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ എൻ്റെ മോളൂനെ വിളിച്ചിട്ടുണ്ട്. മോളൂൻ്റെ ഹസ്ബൻഡിനെയൊക്കെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും വരിക. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരികയാണോ, ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണോ, അതോ നേരെ ഇനി മഞ്ചേരിക്ക് വരികയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ. എനിക്ക് കിച്ചണിൻ്റെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ തീർത്ത് ബാക്കിയുള്ള കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതുമ്പോൾ നോമ്പ് നോറ്റിട്ടില്ല കേട്ടോ. അവൾക്ക് ഇന്നലെ നോമ്പ് നോറ്റതല്ലേ. അപ്പോൾ ചെറുതായിട്ടൊരു
പനി വരുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ നോമ്പ് നോൽക്കുമ്പോൾ പനിയൊക്കെ വേഗം ഒന്നുകൂടി കൂടുതലും. അപ്പം ഞാൻ നോമ്പെടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഫുഡ് വേണ്ടി വരില്ല. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഗീ റൈസ് ഉണ്ടായിരുന്നു, കറിയൊക്കെ ഉണ്ടായിരുന്നു, അതവിടെ ചൂടാക്കി ഞാൻ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഐറൂസ് വരികയാണെങ്കിൽ എന്ന് കരുതി മത്തനും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവന് കഞ്ഞി വെക്കണമെങ്കിൽ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ വേഗം കഞ്ഞി വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മത്തനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കഞ്ഞി വെക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി ഈ ഒരു പരിപാടി കഴിഞ്ഞ് നമുക്ക് അടിച്ചു വാരാനുണ്ട്, തുടക്കാനുണ്ട്. പിന്നെ അടിച്ചു വാരി കൊടുത്താൽ പിന്നെ നീനു തുടച്ചോളൂ. അപ്പോൾ ഞാൻ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മേശ നമ്മൾ ഫുഡ് കഴിക്കണ മേശയാണിത്, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 പേര് ചോദിച്ചിട്ടോ ഹോം ടൂർ ചെയ്യുമോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹോം ടൂർ ഞാൻ ഏതായാലും നോമ്പൊക്കെയൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ ഹോം ടൂർ ചെയ്യാം കേട്ടോ. അങ്ങനെ വലിയ വീടൊന്നുമല്ല, എന്നാലും നമ്മുടെ വീടെന്ന് പറയുന്നത് നമുക്ക് ചെറിയ വീടാണെങ്കിലും നമ്മുടെ സ്വർഗ്ഗമാണല്ലേ. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് കാണിച്ച് നമ്മൾ വീട് എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അത് ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു, ഒക്കെ ഒന്ന് നന്നാക്കി. പിന്നെ ഈ നേരമാണ് കേട്ടോ ഞാൻ എന്താ പറയുക വാഷ് ബേസും കാര്യങ്ങളൊക്കെ മോറലും രാവിലെ നമ്മൾ ഇപ്പോൾ നോമ്പായത് കേട്ടോ. നോമ്പ് അല്ലാത്ത ടൈമിൽ ഞാൻ രാത്രിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. ഒക്കെ കഴുകി വെക്കൽ വൃത്തിയാക്കൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെ വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴിക്കില്ല, ആ സമയത്തായിരുന്നു അതായത് ഈ വാഷ് ബേസ് കഴുകുക. പിന്നെ അതേപോലെ തന്നെ ടേബിളൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെക്കുക, കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെക്കുക, കിച്ചൺ അടിച്ച് വരാ തുടക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു സമാധാനം കേട്ടോ. ഞാൻ എന്നെ വെറുതെ ജസ്റ്റ് നോക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ നോമ്പായതിന് ശേഷം ഇത് രാവിലെയാണ് ചെയ്യുക. കാരണം രാവിലെ നമ്മളിതൊക്കെ ചെയ്തിട്ട് കിച്ചണിൽ നിന്നാണ് പോകുന്നത്, പിന്നെ കുറേ നേരത്തേക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ കിച്ചൺ അങ്ങനെ ക്ലീനായി കിടക്കണ കാണുമ്പോൾ ഒരു സമാധാനമല്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി, കാരണം ഞാൻ അങ്ങനെ മടിച്ചങ്ങനെ കിടന്നതാണ്. ഇന്നിപ്പോൾ അങ്ങോട്ട് മഞ്ചേരിക്ക് പോകാനുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനത്തെയുള്ള പണികളല്ലേ ഉള്ളൂ, ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ കിടന്നതുകൊണ്ടാണ് ലേറ്റ് ആയത് കേട്ടോ. പിന്നെ ഞാൻ വേഗം അടിച്ച് വരെ തുടക്കുക എന്നുള്ള പരിപാടിക്ക് പോയി. ഐറൂസ് വരുന്നതുകൊണ്ട് തന്നെ അവനിപ്പോൾ സ്റ്റെപ്പ് കയറുന്ന ഒരു ഭയങ്കര ഇതാണ് കേട്ടോ. വീട് നിലത്ത് വെച്ച് അപ്പം സ്റ്റെപ്പ് കയറി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം സ്റ്റെപ്പൊക്കെ ഒന്ന് എന്താ പറയുക നാക്കി അടിച്ച് വാരി തുടക്കാൻ ഈനൂട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ റൂമൊക്കെ ഒന്ന് തട്ടി കൊട്ടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് അങ്ങനെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അടിച്ച് വാരി കൊടുത്താൽ നീനൂട്ടി അങ്ങനെ തുടച്ചോളൂല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ റൂമും ഇങ്ങനെ അടിച്ച് വാരി എടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഇനി ഇതൊക്കെ തന്നെ പരിപാടി. ഇപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ രാത്രി അങ്ങനെ വീഡിയോ ഇടാറില്ല. 9 മണിക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. നോമ്പ് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് രാത്രി തന്നെ ഇടാൻ കഴിയില്ലല്ലോ. ഒക്കെ കഴിഞ്ഞ് നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് അതൊക്കെ അപ്ലോഡ് ആക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് രാവിലെയാണ് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ രാത്രി വീഡിയോ ഇല്ലാഞ്ഞിട്ട് എനിക്കും ഒരു ചെറിയൊരു രസകതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ പൂവൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ടും അപ്പോൾ കുറച്ചൊരു സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്നാൽ തന്നെ പെൽച്ചയ്ക്ക് എഴുന്നേൽക്കാൻ നേരം വൈകിയതുകൊണ്ട് പെൽച്ചത്തെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ. അങ്ങനെ അതാ ഞാൻ അടിച്ച് വാരി കഴിഞ്ഞു. ഞാനിങ്ങനെ കിച്ചണിൽ അടിച്ച് വാരുമ്പോഴാണ് നീനൂട്ടി തുടക്കാൻ പോയിട്ടുണ്ട്. അവൾ കുളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് വേഗം തുടക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ തുടച്ച് കഴിയുന്നതോടുകൂടി അവൾ കുളിക്കാൻ പോകും കേട്ടോ. അങ്ങനെയാണ് അവൾ ഒരു പരിപാടി. അപ്പം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൾക്ക് പറ്റിയില്ല. കാരണം അവൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അവളെ കാണിച്ച് വീഡിയോ എടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ മോളുവിനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വീഡിയോയിൽ വരുന്നതൊന്നും നീനൂട്ടിക്ക് ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അലക്കിയ തുണികളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടെ നമ്മുടെ സോഫയിൽ കാണുന്നത്. അപ്പം പിന്നെ നീനു കുളിക്കാനുള്ള മുണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പുറത്തും കാണുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും എൻ്റെ അടിച്ചു വാരലും അതിൻ്റെ ഒപ്പം തന്നെ തുടക്കലും ഒക്കെ എല്ലാ പരിപാടികളും മഞ്ചേരിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ പിന്നെ മക്കൾക്കൊരു ഭയങ്കര ഒരു ആവേശമാണ് കേട്ടോ. വേഗം പണികളൊക്കെ ചെയ്യും. എൻ്റെ പണികളൊക്കെ അങ്ങനെ ഓരോന്നായി ഇങ്ങനെ തീർന്നത്. ഇതിൻ്റെ അടുക്കളയിൽ നിന്ന് കണ്ട് ഇറങ്ങുന്ന ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് അടിച്ചു വരാം. വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്ന ഏരിയ അല്ല, അതാണിത്. അപ്പോൾ അവിടേക്കൊന്ന് ജസ്റ്റ് കച്ചറകളൊക്കെ ഒന്ന് അടിച്ചു വാരി ജസ്റ്റ് തുടച്ചില്ല ഒന്ന് കൂട്ടി അവിടുത്തെ കച്ചറയൊക്കെ ഒന്ന് കൂട്ടി വേസ്റ്റൊക്കെ ഒന്ന് വാരിയിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് തൂത്ത് നന്നാക്കി കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ
പരിപാടികളെന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, വെയിറ്റ് കുറയാത്തതിൻ്റെ കാര്യം, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വെയിറ്റ് കുറഞ്ഞിട്ടില്ല എന്ന് പറയും. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ അത്ര ഒന്നും ഫുഡ് കഴിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നോമ്പായതുകൊണ്ട് പകൽ ഓൾറെഡി ഒന്നും കഴിക്കുന്നില്ല. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ സ്നാക്സൊക്കെ ഒന്നും അതിലപ്പുറം ഒന്നും കഴിക്കുന്നില്ല. എന്നിട്ടും വെയിറ്റ് അങ്ങോട്ട് കുറയാത്തതിൻ്റെ സങ്കടമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് കുറഞ്ഞോളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കൂടുതലാക്കിയിട്ട് ഡയറ്റ് ഒന്നും കൂടി ഒന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ കൈ വിട്ട് പോകും. കാരണം പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് കുറയണ്ടേ. പിന്നെ അത് മാത്രമല്ല, നമ്മളിതുവരെ കുറച്ച് കൊണ്ടുവന്ന ആ വെയിറ്റൊക്കെ എന്തായാലും നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കും വേണം. അപ്പോൾ ഇന്ന് നോമ്പത്തുറയല്ല, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി ഇനി മഞ്ചേരിക്ക് പോകുമ്പോൾ എന്താവും അറിയാം. ഏതായാലും ഞാൻ കഴിക്കരുത് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിതാ പിന്നെ താഴത്തെ പരിപാടികളൊക്കെ എന്താ പറയുക, ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ മുകളിൽ കുറച്ച് ഇസ്തിരി ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളതും എല്ലാവരും ഇസ്തിരി ഇടണം. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് എൻ്റെ തുണിയുടെ വക്കൊന്ന് അടിച്ചു തരണം, അതിങ്ങനെ നൂലിങ്ങനെ വലിയുന്നുണ്ട്, അതൊന്ന് വക്ക് അടിച്ച് വെക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. ആ തുണി എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറി വേഗം അത് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ആ തുണി ഒന്ന് കര ഉണ്ടല്ലോ, രണ്ട് ഭാഗം കരയല്ല, രണ്ട് സൈഡ് ഇങ്ങനെ ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഞാൻ മടക്കി തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു തുണിയാണത്. ഐറൂസിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന തുണി കേട്ടോ. അതും പിന്നെ മോളുവിൻ്റെ ഹസ്ബൻഡ് എടുത്തത്. എനിക്കൊരു ചുരിദാറും എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിന് ഒരു തുണിയും കുപ്പായും ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു തുണിയാണ്. അപ്പോൾ അന്ന് തിരക്കിട്ട് പെട്ടെന്ന് എടുത്തു പോയതാണ്. ഇപ്പം അന്ന് മടക്കി തയ്ക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്നോട് ഒന്ന് അടിച്ച് വെക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്കിടാനുള്ള ഡ്രസ്സ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതാണെന്ന് അങ്ങോട്ട് നോക്കിയാലും അങ്ങോട്ട് കാണൂല കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് ഡ്രസ്സ് ഉണ്ട് എന്നൊക്കെ തോന്നും, കാരണം കുറച്ചൊരു വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് കുറേ ഡ്രസ്സ് കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ടൈറ്റായി കിടക്കുന്നു ഡ്രസ്സ്, കുറേ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊന്നും കൊള്ളുന്നില്ല. അപ്പോൾ ഇത് ഒന്നെടുത്ത് നോക്കൂ, അതെടുത്ത് നോക്കൂ, ഇതെടുത്ത് നോക്കൂ, അതെടുത്ത് നോക്കൂ, അങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ അലമാരയുടെ മുന്നിൽ നിന്ന് ആലോചിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വേഗം അയൺ ചെയ്യാൻ വേണ്ടി നിന്നു. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അവൾക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഞാൻ ഇതുമുന് വാങ്ങാറില്ല കേട്ടോ. ഞാൻ ഒരു 3-4 അങ്ങോട്ട് വാങ്ങിയിട്ട് അതങ്ങനെ എപ്പോഴും ഇട്ട് കൊടുക്കും. കാരണം അവളിങ്ങനെ വലുതായി കൊണ്ടിരിക്കുകയാണ്, മിനിറ്റിന് വലുതാവുകയാണ്. അപ്പോൾ ഡ്രസ്സ് വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ളത് കുറച്ച് ഒരു 2-3 ടീഷർട്ടും 2 ജീൻസും ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, അതങ്ങനെ എപ്പോഴും ഇട്ടെടുക്കും. പിന്നെ അത് കേട് വരുമ്പോൾ അടുത്തത് വാങ്ങും. അങ്ങനെയാട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അവളുടെ നീനുൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറേ കാലം മുമ്പുള്ള എപ്പോഴും ഒക്കെ കൊള്ളും, അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല. അപ്പോൾ ഇതുമുന് ഞാൻ അയൺ ചെയ്യാണ്. ഇതിപ്പോൾ ഇതുമുൻ്റെ ഫ്രണ്ട് കൊടുത്തതാട്ടോ അവൾക്ക് ഒരു ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് സ്കൂളിട്ട് വന്നുകൊണ്ട് ഓടി വന്ന് എനിക്ക് കാണിച്ച് തരാം കേട്ടോ. ഞാൻ മുകളിലാന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് കയറി വന്നിട്ട് നിമ്മച്ചി എനിക്ക് തന്നതാണ്, ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. അതാണ് നിങ്ങൾക്കും കാണിച്ചു തന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, താക്കോൽ ഇടുന്ന ഒരു സംഭവം അതാണ് കേട്ടോ. അങ്ങനെ അവൾ അത് കാണിച്ചെന്ന് താഴത്തേക്ക് പോയി. ഞാൻ പിന്നെ എൻ്റെ ബാക്കിയുള്ളതൊക്കെ അയൺ ചെയ്തു. നീനൂട്ടിൻ്റെ ഒരു പാൻറ്റും ടോപ്പും ഉണ്ടായിരുന്നു, അവൾ ജീൻസും അതിലേക്ക് ഒരു ചെറിയൊരു ടോപ്പാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് അയൺ ചെയ്തു. പിന്നെ മോളുവിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇവിടെ. അത് മോളുവിൻ്റെ ബർത്ത്ഡേ ആയപ്പം ഉമ്മാൻ്റെ വക ഒരു മിഡിയും ടോപ്പായിരുന്നു. ഉമ്മ പൈസ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോളുവിന് ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര വലുതായാലും ഇല്ലേ, കല്യാണം കഴിഞ്ഞാലും എൻ്റെ എപ്പോഴും പേരക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് കൊടുക്കും കേട്ടോ. അതേപോലെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബർത്ത്ഡേക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ. എല്ലാവരും ബർത്ത്ഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സ്പെഷ്യലായിരിക്കും അല്ലേ. അപ്പോൾ ആ ബർത്ത്ഡേ ദിവസം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാറുണ്ട്, അത് എനിക്കും ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാനും കഴിയുന്നതും മക്കൾക്കും തുത്തൂൻ്റെ മക്കൾക്കും ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിജുമിൻ്റെ പിന്നെ കുട്ടിയായി നീലുവിന് ഞാൻ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഡ്രസ്സായിരുന്നു കേട്ടോ, ഒരു ടീഷർട്ടും നിക്കറൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഐറൂസലാവിനും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വാങ്ങി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഉമ്മ വാങ്ങി തന്നതായിരുന്നു മോളുവിന് വാങ്ങി കൊടുക്കേണ്ടിയെന്ന് പറഞ്ഞത്. ആ ഒരു ടോപ്പും സ്കേർട്ടും കേട്ടോ. സ്കേർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ടോപ്പ് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. മോള് വരികയാണെങ്കിൽ അവൾക്ക് അത് ഇടാൻ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്.
അങ്ങനെ അത് അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് മോള് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ അരീക്കോടുക്കാണ് വരുന്നത്. അരീക്കോട് നിന്നാണ് പിന്നെ മഞ്ചേരിക്ക് പോണത്. അതുകൊണ്ട് പിന്നെ ഐറൂസിന് കഞ്ഞി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മത്തനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കിച്ചണിൽ ഓടിപ്പോയി മത്തന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് കഴുകി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കഞ്ഞിയും കാര്യങ്ങളൊക്കെ വെച്ച് അവന് ഈ മത്തനിട്ട കഞ്ഞി അറിയണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രീതിയിൽ കുടിക്കും. അതുകൊണ്ടാണ് വേഗം അത് വെക്കുന്നത്. അതാകുമ്പോൾ വയറ് നിറച്ച് അങ്ങനെ കുടിച്ചോളും. അപ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ എവിടേക്ക് പോവുകയാണെങ്കിലും. ഇപ്പോൾ അവർ 2 ദിവസം ഇവിടെ നാട്ടിലില്ലായിരുന്നു. 2 ദിവസമല്ല 3 ദിവസത്തോളം ഡൽഹിയിലായിരുന്നു. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് 4-ാം തീയതി. അന്ന് ബർത്ത്ഡേൻ്റെ തലേന്ന് 3-ാം തീയതി രാത്രി ആണ് കേട്ടോ അവർ ഫ്ലൈറ്റിൽ പോയത്. അപ്പം ഇപ്രാവശ്യം ബർത്ത്ഡേ ആകാശത്ത് വെച്ചാണ് ആഘോഷിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഭയങ്കര ത്രില്ലാട്ടോ മോള്. അവൾക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര 1 മാസം മുമ്പ് തുടങ്ങും കേട്ടോ. ഈ അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ ഉണ്ടല്ലോ. ബർത്ത്ഡേക്ക് ഭയങ്കര ഒരു എല്ലാവരോട് പറഞ്ഞ് നടക്കും. അങ്ങനെ ഒരാളാണ് മോള്. അപ്പം അതുകൊണ്ട് തന്നെ അത് മോളുൻ്റെ ഹസ്ബൻഡിനെ അറിയാം. അതുകൊണ്ടാണ് അവൾക്കൊരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റായിട്ട് ഡൽഹി യാത്ര, അതായത് താജ്മഹലൊക്കെ കാണാനുള്ള യാത്ര. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അവൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇന്നലെ വന്നതേ ഉള്ളൂ നാട്ടിലേക്ക്. ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുമ്മൂനൊക്കെ കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരാം. പിന്നെ കുറച്ച് മഞ്ചേരിക്കുണ്ട്. മഞ്ചേരിക്കുള്ളത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വേഗം ഞാൻ ഐറൂസിന് കഞ്ഞിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ വെന്തപ്പോഴേക്കും ഇവിടെ വാതിൽ തുറന്ന് ഇതും ഓടുന്നത് കണ്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ അവിടെ മോളുവിൻ്റെ കാറ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ എത്തിയതാണ്. അപ്പോൾ അവർ വന്ന് കണ്ട് അങ്ങോട്ട് പുറത്തൊക്കെ നോക്കി നിൽക്കുകയെന്ന് ഇതുമ്മു പിന്നെ എപ്പോഴാ വരിക നോക്കിയിട്ട്. അപ്പം ആ വണ്ടി അവിടെ നിർത്തുന്നത് കണ്ടപ്പോൾ ഒരു പാച്ചിലങ്ങോട്ട് പാഞ്ഞതാട്ടോ. അങ്ങനെ മോളും ഹസ്ബൻഡും പിന്നെ ഐറൂസും ഒക്കെ വരുന്നുണ്ട്. വന്ന് പാടേതാ പിന്നെ ഇതാണ് കേട്ടോ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ്സ്. അപ്പോൾ ഇതും പിന്നെ നോമ്പ് വെൽക്കാത്തത് കൊണ്ട് ധൈര്യമുള്ള പറയണേ നിങ്ങളൊക്കെ നോമ്പ് പറ്റത്തില്ലേ, ഞാൻ നോമ്പ് വെൽക്കാത്തതല്ലേ, എന്നാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അവൻ എന്താ പറയുക ചോക്ലേറ്റ് ഇങ്ങോട്ട് കണ്ടാൽ അവൾക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ 2 ചോക്ലേറ്റൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു ഇവർ ഇങ്ങനെ ചോക്ലേറ്റ് കഴിക്കുമെന്ന് അറിയണതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ചോക്ലേറ്റുകൾ കൊണ്ടുവന്നത് കേട്ടോ. നല്ല കണ്ടിട്ട് തന്നെ നല്ലൊരു ഇതാണോ, നല്ല അടിപൊളി നല്ല ചോക്ലേറ്റാണ് തോന്നുന്നു. കാരണം ചോക്ലേറ്റ് അല്ല എന്താ പറയുക ദീപാവലി മുട്ടായിക്കൊക്കെ ഉണ്ടാകുന്ന ആ ടൈപ്പ്. ഇതെന്താ ഒരു ജെല്ലി പോലെയാണ് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. പിന്നെ മറ്റേതൊരു എന്താ പറയുക മൈസൂർ പാക്ക്, പക്ഷേ നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള ആ സംഭവമല്ലേ, അങ്ങനെ ഒരു ടൈപ്പ് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ടൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. അങ്ങനെ അതൊക്കെ പറഞ്ഞാൽ അവൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്ത അവൾക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുത്ത ഡ്രസ്സ് കാണിച്ചു. ഇതാണ് കേട്ടോ ഞാൻ മോളുവിന് തയ്ച്ചത്. എന്താ വെച്ചാൽ അവൾക്ക് നല്ല ഹെവി ഡ്രസ്സ്, അതായത് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഒരുപാടുണ്ട് കേട്ടോ. അൻസാർ വാങ്ങുകയാണെങ്കിൽ, അതായത് മോളുൻ്റെ ഹസ്ബൻഡ് വാങ്ങുകയാണെങ്കിൽ ഒക്കെ പാർട്ടി വെയർ ആയിരിക്കും. നല്ല റേറ്റുള്ള ഡ്രസ്സായിരിക്കും. 8,000 10,000 ആ റേഞ്ചിലുള്ള ഡ്രസ്സായിരിക്കും കേട്ടോ അവൾക്ക് എടുക്കുക. അതിങ്ങനെ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സായിരിക്കും. അപ്പോൾ അവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയ സിമ്പിൾ ഡ്രസ്സ് ഭയങ്കര കുറവാട്ടോ. അപ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പുറത്തൊന്ന് പോകാമെന്ന് പറയുമ്പോൾ ഇടാൻ അങ്ങനെ ഡ്രസ്സേ ഉണ്ടാവില്ല കേട്ടോ. എല്ലാം ഇങ്ങനത്തെ ഹെവി ടൈപ്പ് വർക്കുകളിലും ഇതൊക്കെ ഉള്ള ഡ്രസ്സായിരിക്കും. അപ്പം ഞാൻ ആ ഒരു പെട്ടെന്ന് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പും പാൻറ്റാണ് ഞാൻ തയ്ച്ചത്. അപ്പോൾ അവൾ ഇന്ന് ഇതിട്ടാൽ അമ്മച്ചിയെ മഞ്ചേരിക്ക് പോകുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിടണ്ട, കാരണം അത് ഇമ്മമ്മ എടുത്തുന്ന ഡ്രസ്സ് ഇട്ടോ, കാരണം ഉമ്മാൻ്റെ അടുത്തേക്കല്ലേ പോകണം മഞ്ചേരിക്ക്, അപ്പോൾ ഉമ്മമ്മ ഇട്ടുന്ന ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്കേർട്ട് ഞാൻ മുകളിൽ ഇനി അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് കാണിച്ചു കൊടുത്തു ഞാൻ. പിന്നെ ടോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് അജിയോന്ന് ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഡ്രസ്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സ് വന്നതൊക്കെ. അപ്പോൾ ഇത് ഉമ്മ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ, പൈസ എൻ്റെ അടുത്ത് തന്നതാണ്. ഓക്കെ എന്താ വേണ്ടത് വെച്ചാൽ വാങ്ങി കൊടുത്തോണ്ടിന്ന് പറഞ്ഞ് അങ്ങനെ ഇതാട്ടോ ടോപ്പ്, മഞ്ഞ ടോപ്പ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു വൈറ്റ് സ്കേർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ വൈറ്റ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് എല്ലാ ഡ്രസ്സും ഇടാമല്ലോ, അതായത് ഇപ്പോൾ ബ്ലാക്ക് ടോപ്പ് ഇടാം, അതേപോലെ പിങ്ക് എല്ലാ കളർ ടോപ്പും ഇടാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സ്കേർട്ടാക്കിയത്. അവൾക്ക് ആ സന്തോഷം കാണുന്നുണ്ടല്ലോ അല്ലേ വീഡിയോയിൽ. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി, പിന്നെ രണ്ടും ഇഷ്ടമായി. അപ്പോൾ ഏതിടണ്ടേ അതും ഇഷ്ടമായി ഇതും ഇഷ്ടമായി. കാരണം ഈ സിമ്പിളാകുമ്പോൾ എല്ലായിടത്തേക്കും പെട്ടെന്ന് ഇടാമല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം കേട്ടോ അവർക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങളിനി മഞ്ചേരിക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ ഐറൂസിനെ ഇത് കാണിച്ചു തരാം. ഇത് ഐറൂഷിനെ ഇനി മാമു കൊക്കണം. മാമു കൊത്തിക്കാണ്ട് കുളുകുളു കുച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ മഞ്ചേരിക്ക് നോമ്പ് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇത്ര വീഡിയോ
വീഡിയോ കാണിക്കുന്നുള്ളൂ. ഇനി മഞ്ചേരിയൊക്കെ പോകുന്നതും ഞങ്ങൾ മാറ്റിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ രാവിലെ 9 മണിക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.